നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള മുഴുവൻ വാർത്തകളും സമഗ്രമായി പരിശോധിക്കാം. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്ത, PV അൻവർ DMK-യിലേക്ക്. നാളെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനിരിക്കെ നാടകീയ നീക്കവുമായി PV അൻവർ MLA. ചെന്നൈയിലെത്തിയ PV അൻവർ DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഇതോടെ PV അൻവർ DMK-യുടെ ഭാഗമാകുമോ എന്നാണ് ഉയരുന്ന ചർച്ച. PV അൻവറിന്റെ അനുയായികൾ സമൂഹമാധ്യമങ്ങളിൽ MK സ്റ്റാലിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നാളെ മഞ്ചേരിയിൽ നിശ്ചയിച്ച നയവിശദീകരണത്തിൽ മാറ്റമില്ലെന്ന് PV അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നുവെന്ന പ്രഖ്യാപനം പോലെ അപ്രതീക്ഷിതമായിരുന്നു PV അൻവറിന്റെ ഇന്നത്തെ ചെന്നൈ നീക്കവും. ഇന്നലെ ചെന്നൈയിലെത്തിയ അൻവറിന്റെ മകൻ റിസ്വാൻ മന്ത്രിയും MK സ്റ്റാലിന്റെ വിശ്വസ്തനുമായ സെന്തിൽ ബാലാജിയുമായി ചർച്ച നടത്തി. അൻവറിനു വേണ്ടി മകൻ കളത്തിലിറങ്ങി എന്നതും എടുത്തു പറയണം. ഇന്ന് പുലർച്ചെ ചെന്നൈയിലേക്ക് തിരിച്ച അൻവർ DMK സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അൻവർ നാളെ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പാർട്ടി DMK മുന്നണിയുടെ ഭാഗമാകുമോ എന്ന രാഷ്ട്രീയ ആകാംക്ഷയാണ് ഉയർന്നിരിക്കുന്നത്. PV അൻവറിനെ പിന്തുണയ്ക്കുന്ന മരുത മുൻ ലോക്കൽ സെക്രട്ടറി EA സുഗു MK സ്റ്റാലിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും ശ്രദ്ധേയമായി. ദേശീയ രാഷ്ട്രീയത്തിലേക്കോ എന്ന ചോദ്യത്തോടെയാണ് CPIM എടക്കര ഏരിയ കമ്മിറ്റി മുൻ അംഗം EA സുഗു ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ചെന്നൈയിൽ മുസ്ലിം ലീഗ് നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയെന്നും വിവരമുണ്ട്. നാളെ വൈകിട്ട് 6 മണിക്കാണ് മഞ്ചേരിയിൽ അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപന പൊതുസമ്മേളനം. ഇതിലേക്ക് DMK നേതാക്കൾ എത്തുമോ എന്നതും പ്രധാനം. പൊതുസമ്മേളനം ശക്തി പ്രകടനമാകുമെന്നുറപ്പാണ്. സംഘപരിവാറിനെതിരെ നിരന്തരം നിലപാടെടുക്കുന്ന DMK-യുമായി അൻവർ നടത്തിയ ഈ നീക്കം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകും. 24 മലപ്പുറം. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിൽ MR അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ട് വൈകാതെ സർക്കാരിന് കൈമാറും. ചുമതല വഹിക്കാൻ MR അജിത് കുമാർ അർഹനല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവർത്തിച്ചു. 24 എക്സ്ക്ലൂസീവ്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ച, അനധികൃത സ്വത്ത് സമ്പാദനം എന്നിവയിലൊക്കെ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുകയാണ്. ഇതിൽ തൃശൂർ പൂര വിവാദത്തിലാണ് ADGPക്കെതിരായ നടപടിക്ക് വഴിതെളിഞ്ഞത്. MR അജിത് കുമാർ പൂരസ്ഥലത്തുണ്ടായിട്ടും പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെട്ടില്ലെന്നാണ് DGPയുടെ കണ്ടെത്തൽ. കീഴുദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശവും നൽകിയില്ല. പൂരം അലങ്കോലമായതിന് പിന്നാലെ MR അജിത് കുമാർ തൃശൂരിൽ നിന്ന് മാറിയതും ഔദ്യോഗിക ഫോൺ ഓഫാക്കിയതും സംശയങ്ങൾക്ക് ഇട നൽകുന്നുവെന്ന് DGP നിരീക്ഷിക്കുന്നു. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച സാമ്പത്തിക ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് DGP ഉടൻ തന്നെ സർക്കാരിന് നൽകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്നാണ് വിവരം. അതേസമയം RSS നേതാക്കളുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തിയ MR അജിത് കുമാർ ADGP ചുമതല വഹിക്കാൻ അർഹനല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നും ആവർത്തിച്ചു. RSSുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയുടെ വെളിച്ചത്തിൽ ആ കൂടിക്കാഴ്ചക്ക് ഒരു വട്ടമല്ല 2 വട്ടം പോയ ADGP ആ രംഗത്തിരിക്കാൻ, ആ കസേരമേലിരിക്കാൻ, ആ ചുമതല വഹിക്കാൻ യോഗ്യനല്ല. അതുകൊണ്ട് ആ ചുമതലയിൽ നിന്നും ADGPയെ ഒഴിവാക്കണം എന്നാണ് CPI ഡിമാൻഡ്. ഇതിനിടയിൽ പോലീസ് ആസ്ഥാനത്ത് നിർണായകമായ യോഗം ചേർന്നു. ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നതിന് മുന്നോടിയായാണ് യോഗമെന്നാണ് വിവരം. നടപടിക്കപ്പുറം ADGP MR അജിത് കുമാറിനെതിരെ തുടരന്വേഷണത്തിന്റെ സാധ്യതകൾ കൂടി തുറന്നെടുത്തതാകും DGPയുടെ റിപ്പോർട്ടെന്നാണ് സൂചന. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. കരിപ്പൂരിൽ സ്വർണം കടത്തി പിടിക്കപ്പെടുന്നവരിൽ 99% മുസ്ലിം പേരുകാരെന്ന് KT ജലീൽ. ഇവരൊക്കെ കള്ളക്കടത്ത് മതവിരുദ്ധമല്ലെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിലാണ് KT ജലീലിന്റെ പ്രതികരണം. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, ഇതിനോടകം തന്നെ വലിയൊരു വിവാദം നിലനിൽക്കെയാണ് ഇനിയും വിവാദമാകാൻ സാധ്യതയുള്ള മറ്റൊരു പ്രസ്താവനയുമായി ഇപ്പോൾ KT ജലീൽ രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം എന്താണ് ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നത്? അനുജ, KT ജലീൽ പറയുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണവുമായി പിടിക്കപ്പെടുന്ന 99% പേരും മുസ്ലിം പേരുകാരാണ് എന്നുള്ളതാണ് KT ജലീൽ പറയുന്നത്. ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് കള്ളക്കടത്ത് മതവിരുദ്ധമല്ല എന്നുള്ളതാണ്, ഹവാല ഇസ്ലാമിക വിരുദ്ധമല്ല എന്നുള്ളതാണ് ഇത്തരം ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് തിരുത്തപ്പെടേണ്ട കാര്യമുണ്ട്. ഒപ്പം തന്നെ വിശ്വാസികൾക്ക് മതനിയമങ്ങൾ പാലിക്കാനാണ് കൂടുതൽ താല്പര്യമെന്നാണല്ലോ വെപ്പ്. എന്താ അതിനിത്ര മടിയെന്നും KT ജലീൽ ചോദിക്കുന്നു. ഈ സ്വർണ്ണക്കടത്ത്
സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എല്ലാ മതക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും ഈ സ്വർണ്ണക്കടത്തിൽ പങ്കാളികളാണ് എന്നുള്ള ഒരു ഫേസ്ബുക്കിൽ ഒരാൾ കമന്റ് ഇട്ടിരുന്നു. ആ കമന്റിന് മറുപടിയായാണ് KT ജലീൽ ഇത്തരം ഒരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരവസ്ഥ, മുഖ്യമന്ത്രി തന്നെ വിവാദത്തിലേക്ക് പോയിരിക്കുന്ന ഒരവസ്ഥ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവാദ പ്രസ്താവനയുമായി KT ജലീൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ KT ജലീലിന്റെ ഈ വാദത്തിനെതിരെ നിരവധി ആളുകളാണ് പോസ്റ്റുമായി രംഗത്ത് വരുന്നത്. അവർ പറയുന്നത് താങ്കൾ സംഘപരിവാറിന്റെ ആരോപണം ഏറ്റെടുത്തിരിക്കുകയാണോ, ഈ ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് തെളിവുകളുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി KT ജലീലിനെതിരെ വലിയ വിമർശനമാണ് ഫേസ്ബുക്കിൽ ഉയരുന്നത്. അനുജ, അതാണ് വിവാദ പ്രസ്താവനയുമായി KT ജലീൽ ഫേസ്ബുക്കിൽ. ADGP വിവാദത്തിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഒറ്റപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. K. പ്രകാശ് ബാബു ജനയുഗത്തിൽ ലേഖനം എഴുതിയതിനെ വിമർശിച്ച ബിനോയ് വിശ്വത്തോട് മറ്റംഗങ്ങൾ യോജിച്ചില്ല. PR വിവാദം എക്സിക്യൂട്ടീവിൽ ചർച്ചയ്ക്കെടുക്കാനുള്ള നീക്കത്തിന് പാർട്ടി സെക്രട്ടറി തന്നെ തടയിട്ടു എന്നാണ് വിവരം. സർക്കാരിനെതിരെ ഉയരുന്ന കഴമ്പുള്ള രാഷ്ട്രീയ വിവാദങ്ങളിൽ എക്കാലത്തും CPI കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. എന്നാൽ ബിനോയ് വിശ്വത്തിന്റെ നയമാറ്റങ്ങളിൽ നേതൃത്വം അതൃപ്തിയിലാണ്. PR ഏജൻസി വിവാദം എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കാനുള്ള V. ചാമുണ്ണിയുടെ നീക്കം ബിനോയ് വിശ്വം തടഞ്ഞു. ADGP വിഷയത്തിൽ K. പ്രകാശ് ബാബു ജനയുഗത്തിൽ ലേഖനമെഴുതിയതും പരസ്യ പ്രതികരണം നടത്തിയതും ബിനോയ് വിശ്വത്തെ പ്രകോപിപ്പിച്ചു. എല്ലാവരും പാർട്ടി വക്താക്കളാകേണ്ടെന്നും പാർട്ടി നിലപാട് സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുമെന്നും ബിനോയ് വിശ്വം. എന്നാൽ ഇതിനോട് സംസ്ഥാന എക്സിക്യൂട്ടീവിലെ ഭൂരിഭാഗം അംഗങ്ങളും വിയോജിച്ചു. CPI നിലപാട് സാധൂകരിക്കുകയാണ് പ്രകാശ് ബാബു ചെയ്തതെന്ന് പലരും അഭിപ്രായപ്പെട്ടു. ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ബിനോയ് വിശ്വത്തിന്റെ മറുപടി ഇങ്ങനെ: CPI ജനാധിപത്യമുള്ള പാർട്ടിയാണ്. പാർട്ടി ഘടകത്തിൽ ചർച്ചയുണ്ടാകും. ആ ചർച്ചകൾക്ക് വിലക്കുള്ള പാർട്ടിയല്ല CPI. ആ ചർച്ചയ്ക്കുള്ള വേദിയിൽ ഏത് പാർട്ടി സഖാവിനും ആ ഘടകത്തിൽ അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശവുമുണ്ടെന്ന് പാർട്ടിക്ക് ഉറപ്പുണ്ട്, ബോധ്യമുണ്ട്. അതിൻ്റെ പാർട്ടിയാണ് CPI. പാർട്ടി സെക്രട്ടറിയെ ഒറ്റപ്പെടുത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി K. രാജൻ. അങ്ങനെ പാർട്ടി സെക്രട്ടറി ഒറ്റപ്പെടുത്താനുള്ള ഒരു നയമുണ്ടായാൽ പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി ആയത് എങ്ങനെയാണ് തുടരുക? അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു സംഭവവും പാർട്ടിക്കകത്തുണ്ടായിട്ടില്ല. വിവാദ വിഷയങ്ങളിൽ ബിനോയ് വിശ്വം മൗനം തുടർന്നപ്പോഴൊക്കെ പാർട്ടിയുടെ മുഖമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് പ്രകാശ് ബാബുവാണ്. പല ഘട്ടങ്ങളിലും നിലപാട് പറയാതെ ഒഴിഞ്ഞുമാറുന്ന ബിനോയ് വിശ്വത്തിന്റെ സമീപനങ്ങളിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. 24 തിരുവനന്തപുരം. CPIഎമ്മിലെ പ്രായപരിധി തീരുമാനത്തിൽ കടുത്ത വിമർശനവുമായി മുതിർന്ന നേതാവ് G. സുധാകരൻ. പ്രായപരിധി തീരുമാനം ഇരുമ്പുലക്കയല്ല. പ്രായപരിധി നിയന്ത്രണം EMSന്റെയും AKGയുടെയും കാലത്തായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥയെന്ന് G. സുധാകരൻ പരിഹസിച്ചു. പ്രായപരിധി തീരുമാനം ഇരുമ്പുലക്കയല്ല. 75-ാം വയസ്സിൽ വിരമിക്കണമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല. കൊല്ലത്ത് ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിൽ സംഘടിപ്പിച്ച ഗുരുസംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു പാർട്ടി നേതൃത്വത്തെ ലക്ഷ്യം വെച്ചുള്ള G. സുധാകരന്റെ വിമർശനം. റിട്ടയർമെന്റ് ഒന്നും ഞങ്ങളുടെ പാർട്ടി പരിപാടി പറഞ്ഞിട്ടില്ല, പാർട്ടി ഭരണം. അതാണ് ഞങ്ങളുടെ വേദവാക്യം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, പാർട്ടി പരിപാടി, പാർട്ടി ഭരണം, അതൊന്നും പറഞ്ഞിട്ടില്ല. ഈ ചട്ടം വന്നിട്ട് 3 വർഷമല്ലേ ഉള്ളൂ. ചട്ടം കൊണ്ടുവന്നവർക്ക് അതൊക്കെ മാറ്റിക്കൂടെ? എന്താ കുഴപ്പം? ഈ ചട്ടം ഇരുമ്പോലൊക്കെയൊന്നും അല്ലല്ലോ. ഇല്ലാത്ത പാർട്ടി പരിപാടിയിൽ ഇല്ലാത്ത ഒരു ചട്ടമാണ്. ഞങ്ങളെല്ലാം അംഗീകരിച്ചു. പ്രത്യേക സാഹചര്യത്തിൽ പ്രായപരിധി കൊണ്ടുവന്നു. തങ്ങളത് അംഗീകരിച്ചു. ഇത് പാർട്ടിക്ക് ഗുണമായോ എന്ന് പരിശോധിക്കണം. പ്രായപരിധി തീരുമാനത്തിൽ പിണറായിക്ക് ഇളവ് നൽകിയെന്നും സുധാകരന്റെ ഓർമ്മപ്പെടുത്തൽ. ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ അതിനെ പറ്റിയ ആളുകളില്ല. പിണറായി സാഹിബിന് 75 കഴിഞ്ഞപ്പോൾ വേറെ മുഖ്യമന്ത്രിയാവാൻ ആളുമല്ലേ, അദ്ദേഹത്തിന് എക്സെപ്ഷൻ കൊടുത്തു. പാർട്ടി സമ്മേളന കാലയളവിൽ G. സുധാകരന്റെ പ്രസ്താവന കൂടുതൽ ചർച്ചകൾക്കും വഴിവച്ചേക്കും. 24 കൊല്ലം. ശബരിമല അവലോകന യോഗത്തിൽ നിന്ന് ADGP അജിത് കുമാറിനെ ഒഴിവാക്കി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നിന്നാണ് മാറ്റിയത്. പങ്കെടുത്തത് DGPയും ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് ADGPമാരും. ക്രമസമാധാന ചുമതലയുള്ള ADGPയാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണോ ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയത്? ഇതെന്തിന്റെ സൂചനയാണ്? അനുജ, അങ്ങനെയുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് സ്ഥിരീകരിച്ചൊരു കാര്യം പറയേണ്ടത്. പക്ഷേ അജിത് കുമാറിനെ ഒഴിവാക്കിയത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. കാരണം കഴിഞ്ഞ 2 വർഷമായി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഓരോ മണ്ഡലകാലത്തെയും കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്, തീരുമാനമെടുക്കുന്നതൊക്കെ ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറാണ്. നേരത്തെ ഈ ആരോപണം, അതായത് അജിത് കുമാറിനെതിരെയുള്ള ആരോപണം ഉയർന്നു വരുന്ന സമയത്ത് പ്രതിപക്ഷവും ഒരു ഘട്ടത്തിൽ PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകളും ശബരിമലയിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ സംബന്ധിച്ച ചില വിമർശനം ഉന്നയിക്കുകയും അക്കാര്യത്തിൽ ചില ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇത്രയധികം വിവാദം കത്തി നിൽക്കുന്ന ഒരു സമയത്ത് കൂടി ADGP അജിത് കുമാറിനെ ഇന്നത്തെ അവലോകന യോഗത്തിൽ നിന്ന് മാറ്റി എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല, ക്രമസമാധാന ചുമതലയിലാണ് ഇപ്പോഴും അജിത് കുമാർ തുടരുന്നത്. അപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP പങ്കെടുക്കേണ്ട സ്ഥലത്ത്
പകരം പങ്കെടുത്തത് DGPയും ഇന്റലിജൻസ് ADGPയും ഹെഡ്ക്വാർട്ടേഴ്സ് ADGPമാരുമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് അജിത് കുമാറിനെ ഒഴിവാക്കി നിർത്തിയുള്ള ഒരു നീക്കം അത് പോലീസ് തലപ്പത്ത് അതല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തി എന്നുള്ളത് വേണം നമുക്ക് വിലയിരുത്താൻ. ഏതായാലും ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ അയ്യപ്പ ദർശനത്തിന് ഓൺലൈൻ ബുക്കിംഗ് മാത്രം എന്നുള്ള നിർണായകമായ തീരുമാനമെടുത്തിരുന്നു. ഈ വിർച്വൽ ക്യൂ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുമ്പോൾ അജിത് കുമാർ ആയിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ ഈ യോഗത്തിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ADGP അജിത് കുമാറിനെതിരെ പലതരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 2 DGPമാരാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നത്. ADGPക്കെതിരെയുള്ള അന്വേഷണം പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബും വിജിലൻസ് മേധാവി അടക്കമുള്ള ആളുകളും നടത്തുന്നുണ്ട്. യോഗേഷ് ഗുപ്ത അടക്കമുള്ള ആളുകൾ നടത്തുന്നുണ്ട്. കൂടാതെ മറ്റ് ADGPമാർ, പ്രത്യേകിച്ച് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമും ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷും അന്വേഷണം നടത്തി വരികയാണ്. അങ്ങനെ സമാനതകളില്ല. കേരള ചരിത്രത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ADGP റാങ്ക് ഇരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എതിരെ ഇത്രയധികം ഉന്നത ഉദ്യോഗസ്ഥരുടെ അന്വേഷണം നേരിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ശബരിമലയിലെ പ്രധാനപ്പെട്ട അതല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയിട്ടുള്ളത്. അതായത് ഏതെങ്കിലും ശബരിമല അവലോകന യോഗത്തിൽ നിന്നാണ് ADGP MR അജിത് കുമാറിനെ ഒഴിവാക്കിയത്. മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നത്. അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്, മുഖ്യമന്ത്രി പറഞ്ഞത് പ്രകാരമാണോ എന്നതിൽ ഈ ഘട്ടത്തിൽ വ്യക്തത ആയിട്ടില്ല. അദ്ദേഹം പങ്കെടുക്കേണ്ടുന്നൊരു യോഗമായിരുന്നു ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കുറ്റവിമുക്തൻ. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികളെയും വെറുതെ വിട്ടത്. സത്യം ജയിച്ചെന്നും കേസിന് പിന്നിൽ ഗൂഢാലോചനയാണെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. CPIM BJP കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേസിൽ അപ്പീൽ പോകാനുള്ള ആലോചനയിലാണ് CPIM. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ NDA സ്ഥാനാർത്ഥിയായിരുന്നു K സുരേന്ദ്രൻ. അന്ന് മണ്ഡലത്തിൽ BSP സ്ഥാനാർത്ഥിയായിരുന്ന K സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകി പ്രലോഭിപ്പിച്ച് നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചെന്നുമായിരുന്നു കേസ്. കേസിൽ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികളെയും വെറുതെ വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. കേസ് വിചാരണ വേളയിലേക്ക് കടക്കാൻ ആവശ്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ഹർജി പരിഗണിച്ച കോടതി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. സത്യം ജയിച്ചെന്നും കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും K സുരേന്ദ്രൻ. ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത്. 3.5 വർഷം നിരന്തരമായി മഞ്ചേശ്വരം കോഴക്കേസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വേട്ടയാടി. ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ വേട്ടയാണ്, ഇത് വിജയിക്കാൻ പോകുന്നില്ലെന്ന്. കേസ് അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും പ്രോസിക്യൂഷൻ K സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയെ പോലും എതിർത്തില്ലെന്നും K സുന്ദര പറഞ്ഞു. വിധിപ്പകർപ്പ് പഠിച്ച ശേഷം കേസിൽ അപ്പീൽ പോകുമെന്ന് പരാതിക്കാരനും CPIM നേതാവുമായ VV രമേശൻ. അപ്പീൽ പോവുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്നും CPM നടത്തിയിട്ടുള്ളത്. കേസ് രാഷ്ട്രീയായുധമാക്കാനാണ് BJPയുടെയും പ്രതിപക്ഷത്തിന്റെയും തീരുമാനം. 24 കാസർഗോഡ്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് CPIM. അടുത്തയാഴ്ച ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം ചർച്ചയാകും. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ പ്രചാരണം തുടങ്ങാനാണ് CPIM തീരുമാനം. ചേലക്കരയിലെ സ്ഥാനാർത്ഥി ചർച്ചയ്ക്കായി തിങ്കളാഴ്ച തൃശൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നിന്ന് തിരിച്ചുവരാൻ 2 മണ്ഡലങ്ങളിലും കരുത്തരെ കളത്തിലിറക്കാനാണ് CPIM നീക്കം. സിറ്റിംഗ് മണ്ഡലമായ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായി തിങ്കളാഴ്ച തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തിൽ പങ്കെടുക്കും. തൃശൂരിലെ ജനകീയ നേതാവ് K രാധാകൃഷ്ണന് പകരക്കാരനായി മുൻ MLA UR പ്രദീപിനെ അവതരിപ്പിക്കാനാണ് ആലോചന. MLA ആയിരിക്കുമ്പോൾ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും UR പ്രദീപിന് മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു എന്നീ പേരുകളും പരിഗണനയിലുണ്ട്. പാലക്കാട്ടും അനുയോജ്യരായ സ്ഥാനാർത്ഥികളുടെ പേര് നിർദ്ദേശിക്കാൻ ജില്ലാ കമ്മിറ്റിയോട് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ വിഷയം ചർച്ചയാകും. 2 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നേക്കും. അതിനു മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നേറ്റമുണ്ടാക്കാനാണ് ശ്രമം. കോൺഗ്രസിലും സ്ഥാനാർത്ഥികളെക്കുറിച്ച് ആലോചന തുടങ്ങിയെന്നാണ് വിവരം. ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അതിനെ തുടർന്ന് ഒരു ഡിലേയും ഇല്ലാതെ തന്നെ പ്രഖ്യാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുന്നിലെത്തിയ BJPയും വലിയ പ്രതീക്ഷയിലാണ്.
2 മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം എന്നതാണ് വിലയിരുത്തൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അവസാനിച്ചു. 5 മണിവരെ 61% പേർ വോട്ട് രേഖപ്പെടുത്തി. ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 90 മണ്ഡലങ്ങളിലായി 1031 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. അല്പസമയത്തിനകം ഹരിയാന ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തുവരും. ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് വിനീത VG ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിനീത, ഏറ്റവും പുതിയ പോൾ പെർസെൻറ്റേജ് അത് പുറത്തു വന്നിട്ടുണ്ടോ? ഭേദപ്പെട്ട പോളിംഗ് എന്ന തരത്തിലേക്ക് തന്നെയല്ലേ വിലയിരുത്തൽ? ഇനിയിപ്പോൾ മുന്നണികളുടെ പ്രതീക്ഷകൾ എന്താണ്? ഭരണ തുടർച്ച എന്നതിലേക്ക് BJP, എന്നാൽ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ്. ആ തരത്തിലേക്ക് എങ്ങനെയാണ് പ്രതീക്ഷകൾ? തീർച്ചയായും അനുജ, 5 മണിവരെയുള്ള കണക്കാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. 5 മണിവരെ 61% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻവർഷം, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 68% പോളിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് അതിന് മുകളിലേക്ക്, മുൻവർഷങ്ങളിലേക്കാൾ മുകളിലേക്ക് പോളിംഗ് നിരക്ക് ഉയരാൻ തന്നെയാണ് സാധ്യത. അവസാന ഘട്ടങ്ങളിലേക്ക് നേതാക്കളടക്കം പ്രചരണത്തിനിറങ്ങിയ പ്രചരണം വളരെയധികം ശക്തമായിരുന്നു ഹരിയാനയിൽ. ആ പ്രചരണത്തിന്റെ ശക്തിയൊക്കെ തന്നെ ഈ പോളിംഗ് ശതമാനത്തിലും ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. വളരെ മികച്ച ഒരു പോളിംഗ് തന്നെയാണ്, പോളിംഗ് ശതമാനം തന്നെയാണ് ഇതിനോടകം നമുക്ക് അറിയാൻ കഴിയുന്നത്. പോളിംഗ് അവസാനിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ പോളിംഗ് ബൂത്തുകളിലുണ്ട്. അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒറ്റഘട്ടമായി 90 മണ്ഡലങ്ങളാണ് ജനവിധി തേടിയത്. 1031 സ്ഥാനാർത്ഥികൾ, 101 വനിതാ സ്ഥാനാർത്ഥികൾ, 400-ലധികം സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്നിങ്ങനെ ആയിരുന്നു മത്സരം. ഇതിലേറ്റവും പ്രധാനമായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തുടർ ഭരണ സാധ്യത തന്നെയാണ്, അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഹാട്രിക് വിജയം ഇത്തവണ ഹരിയാനയിൽ ഉണ്ടാകുമെന്ന് BJP നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഭരണവിരുദ്ധ വികാരം, കർഷക സമരം, ഈ ജാട്ട് അവരുടെ ഒരു വിഭാഗത്തിൽ നിന്നുള്ള സപ്പോർട്ട്, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസും ഉണ്ടായത്. ഒപ്പം ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ശക്തിയേറിയ ഒരു പ്രചരണമാണ്. ഈ അവസാന ഘട്ടങ്ങളിൽ വോട്ടുറപ്പിക്കാൻ മുതിർന്ന നേതാക്കളടക്കം ഹരിയാനയിൽ ക്യാമ്പ് ചെയ്ത് ആ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നേരിട്ട് ഹരിയാനയിൽ എത്തിയിരുന്നു. റാലികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഹരിയാനയിൽ തമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രചരണത്തിനൊക്കെ തന്നെ നേതൃത്വം നൽകിയത്. 2 തവണയാണ് റാലികളിലും മറ്റും പങ്കെടുക്കുന്നതിനായി രാഹുൽ ഗാന്ധി എത്തിയത്. ഒപ്പം തന്നെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന പര്യടനം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഇങ്ങനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഹരിയാനയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെയാണ് ആ പ്രചരണം ഉണ്ടായത്. അതുകൊണ്ട് ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നത് കോൺഗ്രസും ഒപ്പം BJPയും തമ്മിൽ എങ്കിൽ പോലും ആം ആദ്മിയും ഇത്തവണ ഹരിയാനയിൽ മത്സരിക്കുന്നുണ്ട്. 89 സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസുമായി അലയൻസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ JJPയും ആം ആദ്മിയും ഒക്കെ അവർക്ക് ലഭിക്കുന്ന വോട്ട് അത് കോൺഗ്രസിനെയും BJPയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ നിർണായകം തന്നെയാണ് അനുജ. അതാണ് ഹരിയാനയിൽ പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. 61% എന്നതാണ് നിലവിൽ ലഭിക്കുന്ന കണക്ക്. ജമ്മുകശ്മീരിലെയും പോളിംഗ് നേരത്തെ തന്നെ അവസാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം എക്സിറ്റ് പോൾ ഫലങ്ങൾ വരും. 24 മെഗാ പോൾ ഓഫ് പോൾസ് കൃത്യം 6:30. പ്രശസ്ത റേഡിയോ പ്രക്ഷേപകൻ M. രാമചന്ദ്രൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ SK ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ദീർഘകാലം ആകാശവാണിയിൽ വാർത്താ പ്രക്ഷേപകനായിരുന്നു M. രാമചന്ദ്രൻ. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന ആമുഖത്തിലൂടെ ശ്രോതാക്കൾക്ക് സുപരിചിതനായിരുന്നു. 24-ലെ കണ്ടതും കേട്ടതും കൗതുക വാർത്തകൾ എന്നിവയിലെ ശബ്ദ സാന്നിധ്യവുമായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാലവർഷത്തിൽ നിന്ന് തുലാവർഷത്തിലേക്കുള്ള മാറ്റത്തിന്റെ സൂചനയായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. മധ്യകേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴ പെയ്തേക്കും. ഇടുക്കിയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.